ഡോക്ടർ മോഹൻ വർഗീസ്, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ഓർമ്മകൾ തുടച്ചു നീക്കാൻ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണകൂടം കറൻസി നോട്ടിൽ നിന്ന് മുജിബുർ റഹ്മാൻ്റെ ചിത്രം ഒഴിവാക്കി പുതിയ നോട്ടുകൾ പുറത്തിറക്കിയിരിക്കുന്നു. നമുക്കറിയാം, പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മുജിബുർ റഹ്മാൻ്റെ മകളാണ്. പുതിയ 10, 100, 500, 1000 നോട്ടുകളിലാണ് പരിഷ്കാരം നടപ്പാക്കിയിരിക്കുന്നത്. മുജിബുർ റഹ്മാൻ്റെ ചിത്രത്തിന് പകരം ജൂലൈയിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ചേർത്തിട്ടുണ്ട്. നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. മാത്രമല്ല, പല സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും നോട്ടിലുണ്ടാകുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഈ മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? രാഷ്ട്രപിതാവിനോട് കാട്ടുന്ന ഏറ്റവും വലിയ അപമാനം, അവഹേളനം, നന്ദികേടാണ് ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗബന്ധു എന്ന് വളരെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ലെഗസിയെ തന്നെ പൂർണ്ണമായി തമസ്കരിക്കുന്ന രീതിയിൽ, പൂർണ്ണമായി ഇറേസ് ചെയ്യുന്ന, മായ്ച്ചു കളയുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കൂ ശ്രീ അനിൽ, ഇത് ഇടക്കാല ഭരണകൂടം മാത്രമാണ്. ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരാണ് ഈ മുഹമ്മദ് യൂനസ് നേതൃത്വം നൽകുന്ന സർക്കാർ. ആ സർക്കാരിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കലുഷിതമായൊരു അന്തരീക്ഷത്തിലെ ഒരു ട്രാൻസിഷണൽ ഇടക്കാല പീരീഡിൽ നേതൃത്വം നൽകുകയും പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയും ചെയ്യുക എന്നതാണ് ദൗത്യം. പക്ഷേ ഇവിടെ നോക്കൂ, ആ ഗവൺമെൻറ്റിനെ അതൊരു പാവ സർക്കാരായി കരുതി സ്ഥാപിത താൽക്കാരിക്കാരായ ചിലർ പുറകിൽ നിന്നുകൊണ്ട് അവരുടെ സ്വകാര്യ അജണ്ട, അതാണ് ബംഗ്ലാദേശ് പച്ച പുതയ്ക്കുന്നോ എന്നതാണല്ലോ ഈ ഡിബേറ്റിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്നത്. ആകെ ഒരു ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിടക്കാരായി മാറ്റി ഒരു ഇസ്ലാമിക ഒരു സ്വത്വം മാത്രം മുന്നിട്ട് നിർത്തി ഒരു പക്ഷേ ഒരു മിനി അഫ്ഗാനിസ്ഥാനായി ബംഗ്ലാദേശ് മാറുന്നുവോ? ഇതാണ് ചോദ്യം. ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്. അവിടെ ക്രമസമാധാനം, റൂൾ ഓഫ് ലോ ഇതൊന്നും തന്നെ പ്രസക്തിയില്ലാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ രീതിയിലേക്ക് ഒരു താലിബാനൈസേഷൻ, അങ്ങനെയാണല്ലോ പറയുക, ഒരു താലിബാനിസം ഈ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് മോറൽ പോലീസിങ്ങിനെ കൊണ്ടുവരിക, വസ്ത്രധാരണത്തിൽ വളരെ ട്രഡീഷണൽ രീതികൾ, കൺസർവേറ്റീവ് യാഥാസ്ഥിക രീതികൾ പുലർത്തുക, അതുപോലെ മറ്റ് കാര്യങ്ങൾ, അതുപോലെ ആഹാര രീതിയിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ, അപ്പം ജീവിതത്തെ തന്നെ, ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ആകമാനം ബാധിക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ, അതിനുള്ള തുടക്കം അവിടെ കുറിക്കപ്പെടുകയാണ്. അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും, ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയും, ന്യൂനപക്ഷങ്ങളുടെ ഒരു സംഘടനയായ ഇസ്കോണിൻ്റെ നേരെയും, ഹിന്ദു ന്യൂനപക്ഷങ്ങളാണല്ലോ ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യയുടെ 8% വരുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ വേട്ടയാടപ്പെടുന്നു, അവരുടെ വ്യക്തികൾ വേട്ടയാടപ്പെടുന്നു. അതുമാത്രമല്ല, 50 ജില്ലകളിലായി 200-ലധികം ഇടങ്ങളിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായത്. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായി കരുതാനാവില്ല. മുഹമ്മദ് യൂനസ് സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ആളാണ്. അദ്ദേഹം വിഖ്യാതനായ ആളാണ്. അദ്ദേഹം നോബൽ സമ്മാനം നേടുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നമുണ്ടില്ലെന്ന് പറയാനൊക്കില്ല. ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ ബാങ്ക് എന്ന മൈക്രോ ഫൈനാൻസ് സിസ്റ്റം അത് പ്രപ്പോസ് ചെയ്ത് വിജയകരമായി നടപ്പാക്കിയതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ ബംഗ്ലാദേശിൻ്റെ ജനജീവിതത്തെ നേരിട്ട് ഇമ്പാക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ജനജീവിതത്തെ പോസിറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്നതിൽ ഭരണകൂടം, മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഭരണകൂടം തികച്ചും പരാജയപ്പെടുന്നു. അവിടെയാണ് ശ്രീ അനിൽ ഇതിൻ്റെ പിന്നിലെ ലാർജർ അജണ്ട നടപ്പാകുന്നത്. ഈ ലാർജർ അജണ്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, 2001 മുതൽ 2006 വരെയുള്ള സമയത്താണ് അവസാനമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ അവസാനമായി ഭരിച്ചത്. ആ സമയത്ത് പാകിസ്ഥാൻ്റെ ISI, ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന ചാരസംഘടന ബംഗ്ലാദേശിൽ വളരെ സജീവമായിരുന്നു. അതുമാത്രമല്ല, ബംഗ്ലാദേശിലേക്ക് വലിയ തോതിൽ പാകിസ്ഥാൻ പൗരന്മാരെ കൊണ്ടുവരികയും പാക് താൽപ്പര്യങ്ങൾ കൊണ്ടുവരികയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുകയും ചെയ്ത വർഷങ്ങളായിരുന്നു. 2001 മുതൽ 6 വരെ ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ ചെറിയ തോതിൽ അലോസരപ്പെടുകയും ചെയ്തു. എന്നാൽ 2006 ശേഷം
തുടർച്ചയായി 4 തവണ ഷെയ്ഖ് ഹസീന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ മകൾ അധികാരത്തിൽ വരികയാണ്. ബംഗ്ലാദേശ് ജനതയുടെ അംഗീകാരത്തോടു കൂടി തന്നെയാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവർ സ്വാഭാവികമായി ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഇന്ത്യക്ക് താല്പര്യമുള്ള ആളാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് പിന്തുണയാണ് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും. അതൊരു വാസ്തവമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ലെഗസി, അല്ലെങ്കിൽ തൻ്റെ പിതാവ് മുജീബുർ റഹ്മാൻ എന്ന രാഷ്ട്രപിതാവിൻ്റെ ലെഗസിയെ, പാരമ്പര്യത്തെ പൂർണ്ണമായി കറൻസി നോട്ടുകളിൽ നിന്നും, ചിത്രങ്ങളിൽ നിന്നും, കലണ്ടറുകളിൽ നിന്നും, എല്ലാ രേഖകളിൽ നിന്നും തമസ്കരിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് ചരിത്രത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു കാഴ്ചപ്പാട്. നോക്കൂ, ചരിത്രപരമായി ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം തന്നെ, പിറവി തന്നെ ഷെയ്ഖ് മുജിബുർ റഹ്മാനുമായി ബന്ധപ്പെട്ടാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നയിച്ച മുക്തിബാഹിനിയും അതുപോലെയുള്ള സംഘടനകളും ഇതെല്ലാമാണ് ആ സ്വാതന്ത്ര്യത്തിന്, അതിന് ഇന്ത്യ കൈയയച്ച് സഹായം ചെയ്തതും. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നുള്ള ISI ഉൾപ്പെടെയുള്ള തീവ്ര രഹസ്യ സംഘടനകളിൽ നിന്നുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് ഭാരതത്തിൻ്റെ സഹായത്തോടു കൂടി 1971 സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. 5 വർഷത്തിന് ശേഷം ബംഗ്ലാദേശിലെ വിമതന്മാർ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ISIയുടെ ചാരന്മാർ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ്. 1975 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ബംഗബന്ധു വെടിയേറ്റ് മരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ലെഗസിയെ മഹാഭൂരിപക്ഷം ബംഗ്ലാദേശുകാരും നെഞ്ചിലേറ്റി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശരാശരി ബംഗ്ലാദേശുകാരൻ്റെ അഭിപ്രായമല്ല അവിടെ കേൾക്കുന്നത്. സ്ഥാപിത താല്പര്യമുള്ള ചില കേന്ദ്രങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ചില സംഘടനയുടെ ഇസ്ലാമിസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ഭരണത്തിൽ ചേരാതെ, ഇടക്കാല സർക്കാരിൽ ചേരാതെ തന്നെ പുറമേ നിന്നുകൊണ്ട് ഒരു സംവിധാനത്തെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മുഹമ്മദ് യൂനിസ് എന്ന പാവ ഗവൺമെൻറ്റിൻ്റെ തലവനെ ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ഒരു സ്ട്രക്ചറൽ വയലൻസ് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജനകീയ ഒരു അധികാര കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇവിടെ ഒരു ജനകീയ കോടതിയിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ, ജനാധിപത്യ പ്രക്രിയയിൽ ബംഗ്ലാദേശ് പങ്കെടുത്തിട്ടില്ല. ബംഗ്ലാദേശിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്കറിയില്ല. പൊതുവെ വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗ്രൂപ്പുകൾ വളരെ സജീവമാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒബ്ജക്ട്സ്, ഇന്ത്യ കണക്ഷനുള്ള മിക്ക കാര്യങ്ങളെയും, വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ടാർഗറ്റ് ചെയ്യുകയാണ്. ഇവിടെ വരുന്ന കാതലായ ചോദ്യമെന്ന് പറയുന്നത്, ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ബംഗബന്ധുവിൻ്റെ മകൾക്ക് ഒരു നിർണായക സമയത്ത് അഭയം കൊടുത്തതാണോ ബംഗ്ലാദേശിനെ ചൊടിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ ചൈനീസ് ടിബറ്റൻ നേതാവ് ദലൈലാമയ്ക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു അഭയം, മനുഷ്യാവകാശപരമായ ഒരു അഭയം നൽകുകയാണ്. പക്ഷേ ആ അഭയം എന്നതിനെ ഒരു ദേശവിരുദ്ധമായി, ഇന്ത്യ വിരുദ്ധതയുടെ ഒരു പര്യായമായി മാറ്റിക്കൊണ്ട് എനിത്തിങ് ഇന്ത്യൻ, അല്ലെങ്കിൽ എനി ഒബ്ജക്റ്റ് ഓഫ് ഇന്ത്യൻ കണക്ഷൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അൺഫോർച്ചുനേറ്റ് ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി അടുത്ത ആഴ്ച തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കുകയും സ്ഥിതിഗതികൾക്ക് ഒരു ശമനമുണ്ടാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ രണ്ട് ഭാഗത്തു നിന്നും വന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചില ഇടങ്ങളിലാണ്. അമേരിക്കയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ, ബംഗ്ലാദേശ് പൗരന്മാരുടെ ബംഗ്ലാദേശ് താല്പര്യമുള്ള ആളുകളുടെ ഒരു മീറ്റിങ്ങിൽ അവർ നടത്തിയ ഒരു പ്രസ്താവന ഒരുപക്ഷെ ബംഗ്ലാദേശിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർ അക്കമിട്ട് നിരത്തിപ്പെടുന്നത് സത്യവുമാണ്. പക്ഷേ അത് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ അലോസരപ്പെടുത്തി. അതിന് പിറ്റേന്ന് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണസമിതിയുടെ അധ്യക്ഷൻ മുഹമ്മദ് യൂനിസിൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നുമല്ല, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ സാഹചര്യം. ഇന്ത്യയാണ് പലപ്പോഴും, ഇന്ത്യയാണെന്ന് പേരെടുത്ത് പറയുന്നില്ല, ഇന്ത്യയാണ് ഈ ബംഗ്ലാദേശിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ പിന്നിലെ പ്രേരക ശക്തി, കാറ്റലിസ്റ്റ് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനയും വന്നു. ഈ പ്രസ്താവന സാഹിത്യം ഒരു രീതിയിലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ സുദൃഢമാക്കില്ല. വേണ്ടത് നയതന്ത്രപരമായ നീക്കങ്ങളാണ്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ വേട്ടയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് നയതന്ത്രപരമായ ഇടപെടലുകളാണ് വേണ്ടത്. അതിനുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ ഭാരതം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ അനിൽ.